प्रिय बच्चे, सभी को नमस्कार। पिछले कक्षा में हमने एक डॉक्टर के नाम मजदूर का पत्र नामक की एक कविता बर्तोल्ड ब्रेख्त ने लिखा गया एक कविता के बारे में चर्चा किया। आम जनता के पैसों से बने बड़े बड़े मेडिकल कॉलेजों में 10 साल तक डॉक्टरी शिक्षा के उपरांत आम जनता के जांच करते समय बड़े फीस लेकर आम जनता से जांच किया उन डॉक्टरों ने। ऐसी डॉक्टरों के बारे में हमने उस कविता से चर्चा किया। आज एक डायरी है। डायरी डॉक्टर रमणी अडकुरी नामक एक सामुदायिक चिकित्सक की एक डायरी। इस प्रस्तुत पाठ का नाम है बातूस मंगलवार की। आ कार्य मंगलवार मीन्स ट्यूसडे अല്ലേ? അതായത് ട്യൂസ്ഡേ നടന്ന കാര്യമാണ്. അപ്പോൾ ട്യൂസ്ഡേ ട്യൂസ്ഡേ രമണി അഡ്കുരി എന്ന ഡോക്ടറെ സംബന്ധിച്ച് നടന്ന ഒരു കാര്യമാണ് അവർ ഡയറിയുടെ രൂപത്തിൽ എഴുതിയിട്ടുള്ളത്. इसके पहले हमको काव्य परिचय या देखा। देखो पेज नंबर 53। डॉक्टर रमणी अडकुरी सामुदायिक स्वास्थ्य चिकित्सक है। सामुदायिक चिकित्सा में स्नातकोत्तर उपाधि है। ओडिशा, मध्य प्रदेश और छत्तीसगढ़ के आदिवासी इलाकों में प्राथमिक स्वास्थ्य में पिछले 20 सालों से कार्यरत स्वास्थ्य कार्यकर्ताओं, दाइयों व नर्सों को प्रशिक्षण भी देती रही है। അതായത് രമണി അഡ്കുരി ഒരു സാമുദായിക ആരോഗ്യ പ്രവർത്തകയാണ്, ഡോക്ടറാണ്. അതുപോലെ സാമുദായിക ചികിത്സാമേ അവർക്ക് സ്നാതകോത്തർ ഉപാധി ഹെ, സ്നാതകോത്തർ ബഹുമതി കിട്ടിയിട്ടുണ്ട്. ഒഡീസ, മധ്യപ്രദേശ് और छत्तीसगढ़ के आदिवासी इलाकों में ഒഡീസയിലെയും അതുപോലെ മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ് എന്നീ ആദിവാസി പ്രദേശങ്ങളിലെ ആദിവാസികൾ താമസിക്കുന്ന പ്രദേശങ്ങളിലെ പ്രാഥമിക സ്വാസ്ഥ്യമേ പിച്ചലെ പ്രാഥമിക സ്വാസ്ഥ്യ അല്ലേ പ്രാഥമിക ആരോഗ്യ വകുപ്പിലെ പിച്ചലെ 20 सालों से कार्यरत है. കഴിഞ്ഞ 20 വർഷങ്ങളായിട്ട് അവർ പ്രവർത്തിക്കുന്നുണ്ട്. സ്വാസ്ഥ്യ കാര്യകർത്താവും दाइयों व नर्सों को प्रशिक्षण भी देती है. അവർ അതിന് പരിശീലനം നൽകുന്നുണ്ട്. നേഴ്സ് അതുപോലെ ആരോഗ്യ പ്രവർത്തകർക്കൊക്കെ प्रशिक्षण നൽകുന്നുണ്ട്. ओके, अब देखिए पाठ भाग। आज मंगलवार है और मैं अचानक कमार അതായത് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ അതായത് വലിയ പാവപ്പെട്ട ആളുകളുടെ പൈസ കൊണ്ട് നിർമ്മിച്ചിട്ടുള്ള വലിയ മെഡിക്കൽ കോളേജുകളിലെ 10 വർഷക്കാലം വരെ പഠിച്ച് MBBS നേടി ആ ആളുകളെ ഫീസ് വാങ്ങിച്ചിട്ട് പാവപ്പെട്ട ആളുകളെ ചികിത്സിക്കുന്ന ഡോക്ടറിനെ കുറിച്ചിട്ടൊക്കെ നമ്മൾ പഠിച്ചു. പക്ഷെ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒരു ഡോക്ടറെ കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. ഡോക്ടർ രമണി അഡ്കുരി അല്ലേ, നമ്മുടെ സാമുദായിക സ്വാസ്ഥ്യ അല്ലേ മേഖലയിൽപ്പെട്ട നമ്മുടെ ഒരു ഡോക്ടറിനെ കുറിച്ച് നമ്മൾ പറയുന്നത്. അപ്പോൾ നോക്കുക. आज मंगलवार है और मैं अचानक कमार अभयारण्य छत्तीसगढ़ में बसे भावनी गांव में हूँ. अपने 5 साथियों के साथ 65 किलोमीटर चलकर मैं यहाँ पहुँची हूँ. यहाँ हम हफ्ते में एक दिन क्लिनिक चलाते हैं. ഇനി അവർ പറയാണ് ബാത്തൂസ് മംഗൾവാർ കി, ട്യൂസ്ഡേ നടന്ന ആ കാര്യത്തെക്കുറിച്ചിട്ട്. ആജ് മംഗൾവാർ ഹേ, ഇന്നെന്താണ്? മംഗൾവാർ ആണ്, ട്യൂസ്ഡേ ആണ്. രവിവാർ, സോമവാർ, മംഗൾവാർ, ബുധവാർ, ഗുരുവാർ, ശുക്രവാർ, ശനിവാർ അല്ലേ വീക്സ്. ആജ് ഔർ മേം അച്ചാൻക് കമാർ, മേം ഞാൻ, അച്ചാൻക് കമാർ അഭയാരണ്യ ഇന്ന് ഞാൻ അച്ചാൻക് കമാർ അഭയാരണ്യ മീൻസ് സംരക്ഷിത വനം അല്ലേ, സംരക്ഷിത വനമായിട്ടുള്ള ഛത്തീസ്ഗഡിലെ ബസേ താമസിക്കുന്ന ഭാവ്മനി, ഛത്തീസ്ഗഡിലെ ഭാവ്മനി ഗൗമേം ഹു, ഭാവ്മനി എന്ന ഗ്രാമത്തിലാണ് ഞാനിപ്പോൾ ഉള്ളത്. അപ്പിനെ 5 സാത്തിയോം കെ സാത്ത്, എൻ്റെ കൂടെയുള്ള 5 സാത്തിയോം ഫ്രണ്ട്സിൻ്റെ കൂടെ 65 കിലോമീറ്റർ ചൽക്കർ, 65 കിലോമീറ്റർ ചൽക്കർ നടന്നിട്ട് മേ യഹാം പഹൂഞ്ചി ഹും, ഞാനിവിടെ എത്തിയിരിക്കുന്നു. യഹാം ഹം ഹഫ്തേ മേ, യഹാം ഇവിടെ, എവിടെ? അച്ചാൻകമാർ അഭയാരണ്യ
എന്ന ബാമനി ഗ്രാമത്തിലെ എന്താണ് ഹഫ്തേമേ ഞങ്ങൾ ഹഫ്ത മീൻസ് വീക്സ് അല്ലേ, ആഴ്ചയിലെ ഏക് ദിൻ ഒരു ദിവസം ക്ലിനിക് ചലാത്തേ ഹെ, അവിടെ ഞങ്ങൾ ക്ലിനിക്ക് നടത്തുന്നുണ്ട്. അതായത് പേഷ്യൻസിനെ, അവിടുത്തെ പേഷ്യൻസിനെ, രോഗികളെ ഞങ്ങൾ ചികിത്സിക്കുന്നുണ്ട്. നെക്സ്റ്റ് പാരഗ്രാഫ്. अचान कमार के सुंदर घने जंगलों से गुजरते हुए कई झरने नाले पार करके हम यहाँ पहुँचे हैं. बरसात का मौसम, मनियारी नदी में पूरा पानी और नदी पर पुल नहीं. हमने जीप को इस पार खड़ा किया, अपने रजिस्टर उपकरण वगैरह सर के ऊपर उठाए और नदी पार की. कमर कमर तक पानी. बरसातों में जब नदी नाले उफान पर होते हैं तो कई गांव एक दूसरे से कट जाते हैं. नदी पार करने के बाद 3 किलोमीटर और चलना पड़ा. जब तक हम क्लिनिक पहुँचे पसीने पसीने हो गए. അച്ചാൻ കമാർക്കെ സുന്ദർ, അച്ചാൻ കമാറിലെ സുന്ദർ മനോഹരമായിട്ടുള്ളതും അതുപോലെ ഘനേ ജംഗളോംസെ, ദ ഘനേ ജംഗൾ തിക് ഫോറസ്റ്റ് അല്ലേ, ഇടതൂർന്ന വനങ്ങളിലെ ഗുസർത്തെ, അതിലൂടെ ഗുസർത്തെ ഹുയെ പാസ് ചെയ്യുന്ന സമയത്തെ, കടന്നു പോകുന്ന സമയത്തെ, കൈ ജർണേ നാലെ ഒരുപാട് ജർണേ, ജർണേ മീൻസ് സ്ട്രീം അരുവികൾ, അതുപോലെ നാലെ, നാലെ മീൻസ് കനാൽസ് തോടുകളിലൊക്കെ പാർക്കർക്കെ ക്രോസ് ചെയ്തിട്ട് ഹം യഹാം പഹൂഞ്ചേ ഹേ ഞങ്ങൾ ഇവിടെ എത്തപ്പെട്ടു. അപ്പോൾ എന്താ പറയുന്നത്, അച്ചാൻ കമാർക്കെ സുന്ദർ ഘനെ ജംഗളോം കെ ഗുസർത്തെ ഹുയെ അല്ലെ, അച്ചാൻ കമാറിലെ മനോഹരമായിട്ടുള്ള കാടുകളിലൂടെ പാസ് ചെയ്യുമ്പോൾ എന്തൊക്കെ ഞങ്ങൾക്ക് ക്രോസ് ചെയ്യേണ്ടി വന്നു, കൈ ജർണെ ഒരുപാട് അരുവികൾ, അതുപോലെ നാലെ കനാൽസൊക്കെ ഞങ്ങൾക്ക് ക്രോസ് ചെയ്തിട്ട് ഞങ്ങൾ ഈ ഗ്രാമത്തിലെത്തി. ബർസാത് കാ മൗസം, ഉസ് സമയ ബർസാത് കാ മൗസം ഹേ, ബർസാത് കാ മൗസം മീൻസ് റെയിനി സീസൺ, മഴക്കാലമായിരുന്നു. മണിയാരി നദിമേ, മണിയാരി നദിയിലെ പൂര പാനി, നദി മുഴുവൻ എന്താണ് വെള്ളം നിറഞ്ഞിട്ടുണ്ടായിരുന്നു. അവർ നദി പർ പുൽ നെഹി, ആ നദി ക്രോസ് ചെയ്യാനാകട്ടെ പുൽ, പുൽ മീൻസ് ബ്രിഡ്ജ് അല്ലേ, പാലമൊന്നും നെഹീംത്തെ ഉണ്ടായിരുന്നില്ല. ഹംനെ ജീപ്കോ, ഞങ്ങൾ വന്ന ആ വെഹിക്കിൾസ് അല്ലെ ജീപ്പായിരുന്നു, ജീപ്പിനെ ഈസ് പാർ ഘടാക്കിയ, ഈസ് പാർ ഇങ്ങേ സൈഡിലെ പാർ ഘടാക്കിയ ഞങ്ങളവിടെ നിർത്തിയിട്ടു. അപ്പിനെ രജിസ്റ്റർ ഉപകരൺ, തങ്ങളുടെ രജിസ്റ്റർ അല്ലേ, ട്രീറ്റ്മെൻറ്റിൻ്റെ അതായത് പേഷ്യൻസിനെ പരിശോധിക്കുന്ന ആ കാര്യങ്ങളൊക്കെ എഴുതി വയ്ക്കുന്ന ആ രജിസ്റ്റർ, അതുപോലെ ഉപകരൺ ഇൻസ്ട്രുമെൻറ്റ്സ് അല്ലേ, അതിൻ്റെ ഉപകരണങ്ങളൊക്കെ സ്റ്റെതസ്കോപ്പ്, മറ്റു ഉപകരണങ്ങൾ, പൾസ് റേറ്റ് നോക്കുന്ന ആ സംഭവങ്ങളൊക്കെ എന്ത് ചെയ്തു, സർക്കെ ഊപ്പർ, സർ മീൻസ് സിർ തലയുടെ ഊപ്പർ മുകളിൽ ഉടാക്കർ പൊക്കിയിട്ട് അവർ നദി പാർക്കി നനയാതിരിക്കാൻ അത് തലയുടെ മുകളിൽ വെച്ചിട്ട് ഞങ്ങൾ എന്ത് ചെയ്തു, ആ നദി പാർക്കി നദി ക്രോസ് ചെയ്തു. കമർ കമർ തക് പാനി, ഞങ്ങളുടെ കമർ മീൻസ് അരക്കെട്ട് വരെ പാനി വെള്ളമുണ്ടായിരുന്നു. ബർസാത്തോമേ ജബ് നദി നാലെ ഊഫാൻ പർ ഹോത്തെ ഹേ തോ, ബർസാത്തോമേ ആ റെയിനി സീസണിൽ ജബ് നദി നാലെ നദികളും റിവേഴ്സും നാലെ കനാൽസൊക്കെ എന്താണ് ഉഫാൻ പർ ഹോത്തേത്തെ നിറഞ്ഞു കവിഞ്ഞിട്ടുണ്ടായിരുന്നു. തോ കൈ ഘാവ് ഏക് ദൂസരെ സെ കട്ട് ജാത്തെ ഹേ, അങ്ങനെ കൈ ഗാവ് ഒരുപാട് ഗ്രാമങ്ങൾ ഏക് ദൂസരെ സെ മറ്റൊന്നിൽ നിന്ന് കട്ട് ജാത്തെ ഹേ വേറിട്ട് നിന്നിരുന്നു. നദി പാർ കർണേ, അതായത് മറ്റുള്ള ഗ്രാമങ്ങളിലേക്ക് സമ്പർക്കം കുറവായി, വെള്ളം നിറഞ്ഞുള്ള അവസ്ഥയിൽ. നദി പാർ കർണേക്കെ ബാദ് 3 കിലോമീറ്റർ അവർ ചലനപ്പെട, അങ്ങനെ നദി പാർ കർണേക്കെ ബാദ് നദി ക്രോസ് ചെയ്തതിന് ശേഷം 3 കിലോമീറ്റർ അവർ ചലനപ്പെട വീണ്ടും ഞങ്ങൾക്ക് നടക്കേണ്ടതായിട്ട് വന്നു. ജബ് തക്ക് ഹം ക്ലിനിക് പൗഞ്ചെ, എപ്പോഴാണ് ഞങ്ങൾ ക്ലിനിക്കിലേക്ക് എത്തിയത്, പസീനെ ഹോ ഗയേ, അപ്പോഴേക്കും ഞങ്ങളാകെ പസീന മീൻസ് വിയർപ്പാണ്, പസീനെ ഹോ ഗയേ പറഞ്ഞാൽ ആകെ വിയർത്തൊലിച്ചിട്ടുണ്ടായിരുന്നു. അത്രയും എഫേർട്ട് എടുത്തിട്ട് അവർ നടന്ന് നദിയൊക്കെ ക്രോസ് ചെയ്തിട്ട് ആ വനത്തിലൂടെ പാസ് ചെയ്തിട്ടാണ് അവർ ആ ക്ലിനിക്കിൽ എത്തിയത് ആ ഡോക്ടേഴ്സ്. ഓക്കെ, नेक्स्ट पैराग्राफ. 11:30 बजे जब हम क्लिनिक पहुंचे तो अच्छी घासी भीड़ हमारा इंतज़ार कर रही थी. हम कई गांवों से लोग आते हैं, अभयारण्य के अंदर और बाहर दोनों जगहों से. 11:30 बजे 11:30 अല്ലേ, 11:30 बजे मीन्स 11:30, 11:30 ബജെ അല്ലേ, 11:30 ജബ് ഹം ക്ലിനിക് പഹൂഞ്ചേ തോ ഞങ്ങൾ ക്ലിനിക്കിലേക്ക് എത്തിയപ്പോൾ അച്ചി ഘാസി ഭീഡ് മീൻസ് നല്ലൊരു തിരക്കുണ്ടായിരുന്നു. ഹമാര ഇന്തസാർ കരഹീത്തി ജബ് ഹം ക്ലിനിക് മേ പഹൂഞ്ചിത്തോ അല്ലേ, പഹൂഞ്ചേത്തോ ഞങ്ങൾ ക്ലിനിക്കിലേക്ക് എത്തിയപ്പോഴേക്കും അച്ചി ഘാസി ഭീഡ് നല്ലൊരു തിരക്ക് തന്നെ ഹമാര ഇന്തസാർ കരഹീത്തി ഞങ്ങളെ പ്രതീക്ഷിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു.
यहाँ कई गाँवों से लोग आते हैं. ഇവിടേക്ക് ആ ക്ലിനിക്കിലേക്ക് കई गाँवों से लोग ഒരുപാട് ഗ്രാമത്തിൽ നിന്ന് कई गाँवों से लोग आते हैं. ഗ്രാമത്തിലുള്ള ഒരുപാട് ആളുകൾ അഭയാരണ്യക്ക് അന്തർ അഭയാരണ്യത്തിന് ഉള്ളിലുള്ളതും അതുപോലെ ബാഹർ ദോനും പുറത്തുള്ള സ്ഥലത്ത് ജഗ്ഹോംസെ സ്ഥലത്തു നിന്നുള്ള ഒരുപാട് ആളുകൾ അഭയാരണ്യ എന്ന് പറയുന്ന സ്ഥലത്ത് ഗ്രാമത്തിലുള്ളതും അതുപോലെ അതിന് പുറത്തുള്ള ഗ്രാമത്തിലുള്ളതുമായിട്ടുള്ള ഒരുപാട് ആളുകൾ ഇവരെ വെയിറ്റ് ചെയ്തുകൊണ്ട് അവിടെ നിൽക്കുകയായിരുന്നു. നെക്സ്റ്റ് പാരഗ്രാഫ്. 5 बजे तक तेज बारिश शुरू हो गई और अभी भी कुछ मरीज देखने बाकी है. आज हमने 70 मरीज़ें देखे. अब तक अंधेरा बहुत गहरा गया है और बारिश की भी मूसलधार है. हम अपनी जीप तक तो नहीं पहुंच पाएंगे. रात यहीं रुकना पड़ेगा. हम चूल्हे के पास बैठकर गर्म दाल चावल और साग का भोजन करते हैं. 5 बजे तक അങ്ങനെ 5 बजे तक 5 बजे 5 o'clock അല്ലേ 5 മണി വരെ തേജ് ബാരിഷ് അതിശക്തമായിട്ടുള്ള ബാരിഷ് റെയിൻ ശുരു ഹോ ഗയി ഉണ്ടായിരുന്നു. ഔർ അബീബി കുച്ച് മരീസ് എന്നിട്ടും അബീബി മീൻസ് നൗ ഇപ്പോഴും കുച്ച് മരീസ് കുറച്ച് മരീസ് മീൻസ് പേഷ്യൻസ് കുറച്ച് പേഷ്യൻസ് ദേക്കിനെ ബാക്കി ഹെ അവരെ നോക്കാൻ ബാക്കിയുണ്ട്. ആജ് ഹംനെ ഇന്ന് ഞങ്ങൾ 70 മരീസ് ദേക്കെ ഇന്ന് ഞങ്ങൾ എത്ര പേഷ്യൻസിനെ നോക്കിയിട്ടുണ്ട്? 70 അല്ലേ 70 മരീസ് ദേക്കെ അല്ലേ 70 രോഗികളെ ഞങ്ങൾ നോക്കിയിട്ടുണ്ട്. അബ് തക്ക് അന്തേര അപ്പോഴേക്കും അന്തേര ബൗത് ഗരാ ഗയ അന്തേര മീൻസ് ഡാർക്ക്നെസ് ഇരുട്ട് വളരെയധികം കൂടി വന്നു. ഔർ ബാരിഷ് ബി അതുപോലെ റെയിനും മൂസൽദാർ ഹേ ദ മൂസൽദാർ സ്ട്രോങ് ആയി മഴയും നന്നായി കനത്ത് പെയ്യാൻ തുടങ്ങി. ഹം അപ്പനി ജീപ്പ് തക്ക് തോ നെഹി പൗഞ്ച് പായെങ്കിൽ ഈ ഒരു സിറ്റുവേഷനിൽ ഹം അപ്പനി ജീപ്പ് തക്ക് ഞങ്ങൾ അപ്പനി ജീപ്പ് തക്ക് ഞങ്ങൾ ജീപ്പ് വരെ തോ നെഹി പൗഞ്ച് പായെങ്കിൽ ജീപ്പ് വരെ ഞങ്ങൾക്ക് എത്താൻ സാധിച്ചില്ല. രാത്ത് യഹീം രുക്ന പടേങ്ക ഈ സമയത്ത് രാത്ത് യഹീം രുക്ന പടേക രാത്രിയിൽ ഇവിടെ തന്നെ രുക്ന പടേക രുക്ന മീൻസ് സ്റ്റോപ്പ് ഇവിടെ തന്നെ തങ്ങേണ്ടതായിട്ട് വന്നു. ഹം ചൂൽഹെ കെ പാസ് ബൈഡ്കർ ഞങ്ങൾ എന്ത് ചെയ്തു ചൂൽഹെ കെ പാസ് അല്ലേ ആ അടുപ്പിന് അരികെ ബൈഡ്കർ ഇരുന്നിട്ട് ഗർമ ദാൽ ചാവൽ ഗർമ മീൻസ് ഹോട്ട് ചൂടുള്ള ദാൽ ചാവൽ ദാൽ പരിപ്പും അതുപോലെ ചാവൽ റൈസ് അരിയും അതുപോലെ ഔർ സാഗ് കാ ഭോജൻ സാഗ് മീൻസ് വെജിറ്റബിൾസ് അല്ലേ വെജിറ്റബിൾസിൻ്റെയൊക്കെ ഭോജൻ കർത്തേ ഹെ ഫുഡ് ഉണ്ടാക്കാൻ തുടങ്ങി. അപ്പോൾ ചൂल्हे के पास बैठकर गर्म दाल चावल और साग का भोजन करते हैं. അപ്പോൾ അവർ അടുപ്പിന് അടുത്തായിട്ട് ഇരുന്നിട്ട് അവരെന്ത് ചെയ്തു ആ പരിപ്പും ചോറും അതുപോലെ വെജിറ്റബിൾസൊക്കെ മിക്സ് ചെയ്തിട്ടുള്ള ഒരു ഫുഡ് ഐറ്റം അവരുണ്ടാക്കാൻ തുടങ്ങി. ഓക്കെ आज लिए गए पाठ भाग बार पढ़ना. कोई संदेह है तो मुझसे पूछिए. आज की कक्षा में यहाँ समाप्त करती हूँ. धन्यवाद. फिर मिलेंगे.